ഇപ്പോൾ ടോപ്പ് എൻഡ് വാരിയൻസ് വണ്ടികളിലെല്ലാം 360 ക്യാമറയാണ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ശരിക്കും അവർ പറഞ്ഞ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ അധികം ഈ വാഹനങ്ങൾക്ക് ഈടാക്കുന്നുണ്ട്. ശരിക്കും നമുക്കൊരു ബേസ് ഓപ്ഷൻ വണ്ടിയാണെങ്കിൽ പോലും അതിൽ 360 ക്യാമറ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ നമുക്ക് കോസ്റ്റ് വരുന്നത്. ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ 360 ഡിഗ്രി ക്യാമറ ചെയ്യാൻ വന്ന ഗ്രാൻഡ് വിറ്റാരയിലെ അതിൻ്റെ ഒരു വിഷ്വൽസും സംഭവങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമ്മളിപ്പോൾ ഈയിടെയായിട്ട് വീഡിയോസ് കുറഞ്ഞു വരുന്നുണ്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. നമുക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ എന്തായാലും നമ്മൾ സമയം കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. 360 ഡിഗ്രി ക്യാമറ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വളരെ തിന്നായിട്ടുള്ള, അതായത് വീതി കുറഞ്ഞ റോഡ് കൂടിയാണ്. വീതി കുറഞ്ഞ റോഡ് കൂടെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കിട്ടുന്നത്. അതായത് വീതി കുറഞ്ഞ റോഡിൽ മെയിനായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്തായിരിക്കും? റോഡ് സൈഡിലുള്ള കല്ല്, ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ, അതൊക്കെയാണ്. ഇതിൽ ശരിക്കും ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ട, അതായത് നമ്മൾ ഇരുവശത്തും എത്രത്തോളം നമുക്ക് സ്പേസ് കിട്ടും, അതേപോലെ തന്നെ നമുക്ക് പുറകോട്ട് റിവേഴ്സിൽ എത്രത്തോളം നമുക്ക് ദൂരോട്ട് പോകാൻ പറ്റും. അതായത് വെറും ഒരു റിവേഴ്സ് ക്യാമറ ഉള്ളതിനേക്കാൾ 4 മടങ്ങ് ഉപകാരം നമുക്ക് ഈ ഒരു 360 ക്യാമറ വെക്കുന്നത് കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 360 ക്യാമറ കൊണ്ട് ഈ സൈഡിൽ കിടക്കുന്ന ഒരു ഓല മെഡൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ടോപ്പ് എൻഡ് വാരിയൻസ് വണ്ടികളിലെല്ലാം 360 ക്യാമറയാണ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ശരിക്കും അവർ പറഞ്ഞ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ അധികം ഈ വാഹനങ്ങൾക്ക് ഈടാക്കുന്നുണ്ട്. ശരിക്കും നമുക്കൊരു ബേസ് ഓപ്ഷൻ വണ്ടിയാണെങ്കിൽ പോലും അതിൽ 360 ക്യാമറ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ നമുക്ക് കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 25,000 രൂപ മുതൽ അതിൻ്റെ ഫീച്ചേഴ്സ് മാറുന്നതനുസരിച്ച്, ബ്രാൻഡ് മാറുന്നതനുസരിച്ച് ഏകദേശം 55,000 60,000 രൂപ വരെയുള്ള മോഡൽസ് ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് എൻഡ് വാരിയൻസ് ആണ്. ഈ നാക്കാമിച്ചി എന്ന് പറയുന്നത്, നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് നാക്കാമിച്ചി എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നത് ടോപ്പ് ലെവലാണ്. അതായത് 1080 പിക്സൽസ് വരുന്ന ക്ലാരിറ്റി വരുന്ന ക്യാമറാസാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ ഔട്ട്പുട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ റോഡിൽ പോകുന്ന സമയത്ത് നമുക്ക് 3D വിഷ്വൽസും വളരെ അട്രാക്റ്റീവാണ്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, നമ്മളെ സൈഡിലുള്ള ഗേറ്റ്സുകൾ, അതായത് ഓരോ വീടുകളും പോലും നമുക്ക് ഇതിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷനും ഈ ഒരു 3D വ്യൂ തന്നെയാണ്. നമ്മളെ ക്യാമറ ക്ലാരിറ്റി കൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഇതിൽ വിഷ്വൽസ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിന് ഒരു സൈഡ് ആംഗിൾ ഉണ്ട്, റിയർ ആംഗിളാണിത്. ഇതും റെക്കോർഡിങ് വേണമെങ്കിൽ നമുക്ക് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ DVR സപ്പോർട്ടിങ് ആയതുകൊണ്ട് റെക്കോർഡിങ്ങും പോസിബിൾ ആണ്. ഇതിലൊരു പെൻഡ്രൈവ് നമ്മളെ ഡാഷ്ബോർഡിൽ ബോക്സിൽ വരുന്ന ഈ ഒരു കേബിൾസിൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും പോസിബിൾ ആണ്. ഇത് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഈ ഒരു വിഷൻ, അതായത് വണ്ടീനെ മൊത്തത്തിൽ നമുക്ക് സേഫ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രി ക്യാമറ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതൊരു ബേസ് വേരിയൻ്റ് ആയിരുന്നു, ഗ്രാൻഡ് വിറ്റാരയാണ് വണ്ടി. ഈ ബേസ് വേരിയൻ്റ് വണ്ടിയിൽ നമ്മൾ ഈ 360 ക്യാമറ ചെയ്യാൻ നമുക്ക് ആകെ എക്സ്പെൻസ് ആയിരിക്കുന്നത് 34,000 ആണ്. അത് 4GB 64 ആയതുകൊണ്ടാണ്. അതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 4GB 64 സിം കാർഡ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സെറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. നല്ല ബ്രാൻഡ് കൂടിയാണ് നാക്കാമിച്ചി. ഇതിൽ പറയുകയാണെങ്കിൽ DSP, ഇൻബിൽറ്റ് DSP വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് ഔട്ട്പുട്ടും വരുന്നൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. അതായത് നിങ്ങൾക്ക് 360 ക്യാമറ ഉള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് എൻഡിലേക്കോ അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റിലേക്കോ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം രൂപ അധികം വണ്ടിക്ക് വരുന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി ക്യാമറയും ആൻഡ്രോയിഡും ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ആകെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 32,000 33,000 രൂപയാണ്. ഇതിൽ തന്നെ ടോപ്പ് എൻഡ്, അതായത് ടോപ്പ് വേരിയൻസിലേക്കൊക്കെ നാക്കാമിച്ചി ബ്രാൻഡിൽ 8GB 128 മെമ്മറി ഒക്കെ വരുന്ന സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു 62,000 63,000 രൂപയെ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ഗ്രാൻഡ് വിറ്റാരയുടെ 360 ക്യാമറയുടെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ JBLൻ്റെ ഒരു കോമ്പണൻറ്റ് സ്പീക്കർ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കുറേ ആക്സസറി വർക്കിന് വേണ്ടി വന്ന വണ്ടിയായിരുന്നു ഇത്. JBLൻ്റെ കോമ്പണൻറ്റ് സ്പീക്കർ ട്യൂട്ടറാണ്, പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. പിന്നെ ഇതിൽ മുമ്പ് ഉണ്ടായിരുന്ന OEM സ്പീക്കർ നമ്മൾ മാറ്റിയിട്ട് അത് ബാക്കിലേക്ക് വെച്ചു. ഇതിൽ നമ്മൾ JBLൻ്റെ കോമ്പണൻറ്റ് സ്പീക്കർ ആഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 2 ആണ് JBLൻ്റെ കോമ്പണൻറ്റ് സ്പീക്കർ. അതിൻ്റെ ഒരു ബോക്സ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം കിഡിലൻ ഔട്ട്പുട്ട് കിട്ടുന്ന സ്പീക്കറാണിത്. ഇതും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയിലായിരുന്നു നമ്മളെ 360 ഡിഗ്രി ക്യാമറ ഇൻ നാക്കാമിച്ചി ആൻഡ്രോയിഡ് സ്റ്റീരിയോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നല്ല ഔട്ട്പുട്ട്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ കിട്ടിയത്. നിങ്ങളെ കംപ്ലീറ്റ് വിഷ്വൽസ് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും ഉപകാരപ്പെടുന്ന രീതിയിൽ 360 ക്യാമറ നമുക്ക് എല്ലാ വാഹനങ്ങളിലും ചെയ്യാൻ പറ്റും. കമ്പനി സ്റ്റീരിയോയിൽ വേണമെങ്കിൽ അതിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനേക്കാൾ പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറഞ്ഞ്
പക്ക നല്ല ആൻഡ്രോയിഡ് ക്വാളിറ്റി ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറയുടെ ഔട്ട്പുട്ട് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളുടെ എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും ആവശ്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സ്റ്റേ ട്യൂൺ.